ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ നമുക്ക് വീട്ടിലിരുന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു DIY വർക്കാണ്. അപ്പോൾ ഈ ഒരു DIY വർക്കിനായിട്ട് രണ്ട് മെറ്റീരിയൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് നമുക്ക് ഫെയർ ക്ലോത്ത് ആയിട്ടും ഒന്ന് ലൈനിങ് ആയിട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫെയർ ക്ലോത്തിൻ്റെ റിങ്കിൾസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാനതൊന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 28.5 ആണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. ബ്രെഡ്ത്ത് വന്നിട്ട് 23.5 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു മെഷർമെൻറ്റിൽ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് ഫുള്ളായിട്ട് തന്നെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ബ്രെഡ്ത്ത് വന്നിട്ടാണ് നമുക്ക് 28.5 വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ട് അത് ഞാൻ ഫുള്ളായിട്ട് തന്നെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി മെറ്റീരിയൽ ഞാൻ ബ്രെഡ്ത്ത് 23.5 എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ ഞാൻ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഷോളാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ ലൈനിങ് പീസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ കേർട്ടനൊക്കെ ഉണ്ടാവുമല്ലേ, അതോ നമുക്ക് അല്ലെങ്കിൽ സോഫ കവേഴ്സ്, ഇതൊക്കെ തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്തിട്ട് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നോർമൽ ഡ്രസ്സിൽ യൂസ് ചെയ്യുന്ന ലൈനിങ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് ലൈനിങ് പ്ലസ് 2 ഫെയർ പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലൈനിങ് പീസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് പീസിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെയുള്ള ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസൊക്കെ എല്ലാവർക്കും അറ്റാച്ച് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ 2 സൈഡും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സൈഡ് ഒന്ന് ഷൈനിങ് ഒക്കെ ഉള്ളൊരു സൈഡായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ റോങ് സൈഡിലേക്ക് ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം അറ്റാച്ച്ഡായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ലൈനിങ് പീസിലേക്കും നമ്മുടെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് മിഡിലിൽ വരുന്ന രീതിയിൽ ഫെയർ ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മിഡിലൊക്കെ ഓരോ സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഫെയർ ക്ലോത്തിൻ്റെ സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ. ഇപ്പോൾ ഞാനിവിടെ 4 സൈഡും ഇതുപോലെ നീഡിൽ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു സ്റ്റിച്ച് ഒരു 1/4 ഇഞ്ച് സീം അലവൻസൊക്കെ ലീവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു 3 പീസും ഒന്ന് അറ്റാച്ച് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ആ ഒരു മെറ്റീരിയൽ കാര്യങ്ങളൊന്നും സ്ലിപ്പായി പോവാണ്ട് നമുക്ക് ഈസിലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു മസ്റ്റായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് മിഡിലൊക്കെ ഓരോ സ്റ്റിച്ച് കൊടുക്കുന്നതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ആ ഒരു പീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. 2 പീസും ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഓരോ കോർണേഴ്സും നമ്മൾ 4x4 എന്നുള്ള ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണർ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചില്ല, ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് വേണം മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ഒരു ബോക്സ് ഫോം ചെയ്തെടുക്കുക. ശേഷം അത് കട്ട് ചെയ്തും കൂടെ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ 4x4ൻ്റെ ബോക്സ് ഫോം ചെയ്ത് ഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പീസിലും സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് തന്നെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ സെക്കൻഡ് പീസ് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റൊക്കെ നോക്കിയതിന് ശേഷം 2 സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 8 കോർണറാണ് കേട്ടോ ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പീസിൻ്റെ 4 കോർണർ, സെക്കൻഡ് പീസിൻ്റെ 4 കോർണർ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ട്രാവൽ ബാഗാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4x4 എന്നുള്ള മെഷർമെൻറ്റ് കോർണറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെടുക്കുന്നത് ചെറിയ സൈസിലുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ലെങ്ത്ത് ബ്രെഡ്ത്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കോർണറിൻ്റെ കട്ടിങ്ങിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആ ഒരു ക്ലോത്തിൻ്റെ ഫുൾ
ബ്രെഡ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 23.5/28.5 എന്നുള്ളൊരു മെഷർമെൻറ്റിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോർണർ മെഷർമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതാ നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ക്വയർ പീസാണ്, 9/9 വരുന്നൊരു പീസാണ്. അപ്പോൾ 4 സൈഡും 1/4 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് 8/8 ആയിട്ട് കൺവേർട്ട് ആകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 9/9 ആണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാഗിൻ്റെ 2 സൈഡിലും പുറത്തുള്ള സൈഡിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സിപ്പൊന്നും അറ്റാച്ച് ചെയ്യാണ്ട് ഒരു ഓപ്പൺ പോക്കറ്റാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിവിടെ 2 പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. 2 ഫെയർ പീസും അതുപോലെ തന്നെ 2 ലൈനിങ് പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു 1/4 ഇഞ്ച്, ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് ലീവ് ചെയ്തതിന് ശേഷം 3 സൈഡ് ഒന്ന് തയ്ച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് ലീവ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ തയ്ച്ച് കൊടുക്കുക. നമുക്ക് ആ ഒരു ക്ലോത്ത് ടേൺ ചെയ്തെടുക്കാനുള്ള സ്പേസ് ലീവ് ചെയ്തിട്ട് തയ്ച്ചു കൊടുത്താലും മതിയാകും. നമുക്കിപ്പോൾ എന്തായാലും ആ ഒരു ക്ലോത്തിലേക്ക് മെയിൻ ബാഗിൻ്റെ പീസിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു 1 സൈഡ് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കൊടുത്താലും മതിയാകും. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള സെൻറ്റർ പോയിൻ്റാണ്. ഇനി ആ ഒരു സെൻറ്റർ പോയിൻ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോക്കറ്റ് വെക്കുന്ന സ്പേസ് മെഷർമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു പോക്കറ്റ് ഫാബ്രിക്കിൻ്റെയും സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ ബേസിൽ നിന്ന് ഒരു 5 ഇഞ്ച് മേളിലോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 5 ഇഞ്ച് ബേസിൽ ലീവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പോക്കറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ പോക്കറ്റിൽ നിന്ന് ഇത് താഴോട്ടുള്ള ആ ഒരു പോർഷനില്ലേ ലീവ് ചെയ്തിട്ടുള്ളത്, അത് 5 ഇഞ്ചാണെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ 5 ഇഞ്ച് എന്നുള്ളതൊക്കെ ആ ഒരു ബേസിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സ്പേസ് ലീവ് ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് ഈ ഒരു ബാഗിൻ്റെ അടിയിലൊക്കെ ആയി പോകാൻ വേണ്ടിയിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇഞ്ചസ് നമ്മൾ ലീവ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഇല്ലേ, ഇപ്പോൾ ഇതിൽ ലെഫ്റ്റ് കാണുന്ന പോർഷൻ, അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്യാനായിട്ടുള്ള സ്പേസൊക്കെ ലീവ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ കറക്റ്റ് നമുക്ക് 5 ഇഞ്ച് ലീവ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പോക്കറ്റ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസിൽ വിഡ്ത്ത് വന്നിട്ട് 9.5, അതുപോലെ ലെങ്ത്ത് വന്നിട്ട് 47.5 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ 40 to 47 വരെയൊക്കെ ഹാൻഡിലിൻ്റെ ലെങ്ത്ത് മെഷർമെൻറ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വിഡ്ത്ത് വന്നിട്ട് 1.5 ഇഞ്ച് റെഡി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് ബ്രെഡ്ത്ത് വരുന്ന പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെങ്ത്തായി കിടന്നോട്ട് വെച്ചിട്ടാണ് കേട്ടോ 9.5 ബ്രെഡ്ത്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മെഷർ ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്കിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു ഫോം ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് ബ്രെഡ്ത്ത് വരുന്നൊരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ഈ ഒരു ക്ലോത്ത് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്ട്രാപ്പ് ഓൾറെഡി ആ ഒരു 1.5 ഇഞ്ച് ബ്രെഡ്ത്തിലേക്ക് വരുന്നതാണ്. ഇനി ആ ഒരു ഏരിയ പിൻ ചെയ്തും കൂടെ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ബാക്കി ഏരിയയും കൂടെ ബാക്കി പോർഷനും കൂടെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ നേരത്തെ എങ്ങനെയാണോ ഫോൾഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അരികിലൂടെ ഫസ്റ്റ് ആ ഒരു ഓപ്പൺ സൈഡിൽ ആ ഒരു അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നെക്സ്റ്റ് എൻ്റെ എത്തിയതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും കൂടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു ഹാൻഡിലിൻ്റെ പോർഷൻ എത്തുമ്പോൾ ആ ഒരു ഹാൻഡിലും കൂടെ നമ്മുടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോം ഷീറ്റും കൂടെ ഒന്ന് അറ്റാച്ച്ഡായി കിടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ എത്തുമ്പോൾ മിഡിൽ പോർഷൻ എത്തുമ്പോൾ ഒരു സിഗ്സാക്ക് ലൈനും കൂടെ ഈ ഹാൻഡിലിൻ്റെ പോർഷനിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഹാൻഡിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെവിടെയാണോ ഫോം ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മളൊരു സിഗ്സാക്ക് ലൈനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പാറ്റേൺ ക്രിയേറ്റ് ആകാനും പ്ലസ് നമ്മുടെ ആ ഒരു ഫോം ഷീറ്റ് ക്ലോത്തിലേക്ക് നീറ്റ്ലി അറ്റാച്ച്ഡ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗൊക്കെ ക്യാരി ചെയ്യുമ്പോൾ ഈസിലി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെയുള്ള 2 സ്ട്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 സൈഡിലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പീസിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ 9x9 വരുന്ന ഒരു പോക്കറ്റ് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്ട്രാപ്പ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സൈഡിൽ വരുന്ന സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഒന്ന് സ്ട്രെങ്തൻ ആവാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഏരിയ, സൈഡ് ഏരിയ, പോക്കറ്റിൻ്റെ സൈഡ് ഏരിയ കവർ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പോക്കറ്റിൻ്റെ ബേസിൻ്റെ സ്റ്റാർട്ടിങ്ങില്ലേ അവിടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ടേൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എൻഡ് വന്നിട്ട് പോക്കറ്റിൻ്റെ അതർ എൻഡിലേക്ക് ഇതുപോലെ ബേസ് ഏരിയയിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി പിൻവെച്ച് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ ഒരു പോക്കറ്റിൻ്റെ സെയിം ലെങ്ത്ത് വരെ അല്ലെങ്കിൽ പോക്കറ്റിൻ്റെ മുകളിലോട്ട് ഒരു 1 ഇഞ്ച് അത്രയും ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. ഇപ്പോൾ നമ്മൾ ബാഗിൻ്റെ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, പ്ലസ് ഹോൾഡ് ചെയ്യാനുള്ള സ്ട്രാപ്പും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോക്കറ്റിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതുപോലെ സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി സെയിം മെഷർമെൻറ്റിലുള്ള പോക്കറ്റും സ്ട്രാപ്പും നമ്മൾ ബാഗിൻ്റെ അതർ പീസിൽ, സെക്കൻഡ് പീസിലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാഗിൻ്റെ 2 പീസും ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷനില്ലേ, നമ്മൾ സിപ്പൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ടോപ്പിലുള്ള പോർഷൻ, അതിൻ്റെ അരികൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ലൈനിങ് ഒക്കെ ഓൾറെഡി അറ്റാച്ച് ചെയ്തത് കൊണ്ട് നമുക്കിനി ലൈനിങ് വെച്ചിട്ട് ആ ഒരു ഏരിയ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വേറൊരു ക്ലോത്ത് പീസ് വെച്ചിട്ട് ഇതിൻ്റെ അരിക് ഒരു പൈപ്പിങ്ങിലൂടെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാഗിൻ്റെ അരികെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 to 1.5 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിലുള്ള ഒരു പീസ് എടുക്കാവുന്നതാണ്. ലെങ്ത്ത് നമ്മുടെ ആ ഒരു ബാഗിൻ്റെ എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പീസ് നേരത്തെ തന്നെ സ്ട്രാപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാഗ് റെഡിയാക്കിയതിന് ശേഷം ഉള്ളിലുള്ള നമ്മുടെ റഫ് എഡ്ജൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സ്ട്രാപ്പൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ആദ്യം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അത് 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ വിഡ്ത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ടേൺ ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ തിന്നായിട്ടുള്ള ലൈനിങ് പൈപ്പിംഗ് അല്ല കൊടുക്കുന്നത്, ഇത്രയും വിഡ്ത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് സിപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റോൾ ചെയ്തിട്ടുള്ള പൈപ്പിംഗ് കൊടുക്കാണ്ടിരിക്കുക, ഇതുപോലെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന പൈപ്പിംഗ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ നമ്മൾ 2 പീസിലും പൈപ്പിംഗ് ചെയ്ത് എഡ്ജ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇന്നർ പോക്കറ്റ് അറ്റാച്ച്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സിപ്പും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 12/9 ആണ്. അപ്പോൾ 9 വന്നിട്ട് നമ്മൾ നേരത്തെ ഔട്ട് സൈഡിലുള്ള ആ ഒരു ഓപ്പൺ പോക്കറ്റല്ലേ അത് ചെയ്തതിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ ആ ഒരു വിഡ്ത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സെയിം ബേസിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ട്രാപ്പിൻ്റെ മുകളിൽ കൂടെ ഒന്നും സ്റ്റിച്ച് വരാതെ നമുക്ക് കുറച്ച് വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 12 ഇഞ്ച് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്കും കുറച്ച് 1.5 ഇഞ്ച് വിഡ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഉള്ളിലുള്ള പോക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പുറത്തുള്ള പോക്കറ്റും ഉള്ളിലുള്ള പോക്കറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള പോക്കറ്റ് അറ്റാച്ച്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലൈനിങ് പീസിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 പോക്കറ്റും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക.
പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫെയർ സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ ലൈനിങ്ങും ഫെയർ ക്ലോത്തും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഭാഗം ഒന്ന് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിലൂടെ നമ്മൾ ടേൺ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അയൺ ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പോക്കറ്റ് ഞാൻ സിപ്പ് വെച്ചിട്ടും മറ്റേ പോക്കറ്റ് സിപ്പില്ലാതെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിപ്പില്ലാതെ അറ്റാച്ച് ചെയ്യുന്ന പോക്കറ്റിൻ്റെ വീഡിയോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. അത് ഓൾറെഡി നമ്മളൊരു പോക്കറ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് അതിൽ ചെയ്യുന്നത്. സിപ്പുള്ള പോക്കറ്റ് നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്നുള്ളത് മാത്രം ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ സിബ്ബാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. അപ്പോൾ മെയിൻ ട്രാവൽ ബാഗിൻ്റെ മെയിൻ സിബ്ബ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സിബ്ബും ഇതിൽ പോക്കറ്റിൽ നമ്മൾ സാധാ സിബ്ബുമാണ് കൊടുക്കുന്നത്. അപ്പോൾ സിബ്ബ് വന്നിട്ട് ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സിബ്ബിൻ്റെ താഴെയുള്ള പോർഷൻ ഇതുപോലെ പോക്കറ്റിലേക്കും പിന്നെ മേലുള്ള പോർഷൻ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മെയിൻ ഫാബ്രിക്കില്ലേ ബാഗിൻ്റെ അതിലേക്കുമാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിന് മുമ്പായിട്ട് ഇതുപോലുള്ള സിബ്ബ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് എഡ്ജും ഒന്ന് മെഷർമെൻ്റ് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ക്ലോത്ത് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സിപ്പിൻ്റെ സൈഡ്സ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റിൻ്റെ ക്ലോത്തും കൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സിബ് ഈ ഒരു പോക്കറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പോക്കറ്റ് നമ്മൾ ബാഗിൻ്റെ ഇൻസൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് പോക്കറ്റിലേക്ക് സിപ്പ് അറ്റാച്ച്മെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പോക്കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടില്ലേ അതിൻ്റെ മുകളിലുള്ള സിപ്പിൻ്റെ പോർഷനില്ലേ ഈ ഒരു അരിക് അതിലൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു അരികിലൂടെ വന്നിട്ട് ബാക്കി 3 സൈഡ്സും പോക്കറ്റിൻ്റെ ബാക്കി 3 സൈഡ്സും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് പോക്കറ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ ഇത് ഞാൻ ഇന്നർ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പുറത്ത് ചെയ്തിട്ടുള്ള പോക്കറ്റില്ലേ അതിൻ്റെ ബേസിലേക്ക് വേണം ഈ ഒരു പോക്കറ്റിൻ്റെയും കറക്റ്റ് ബേസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെയിം ബേസിൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടിൻ്റെയും സൈഡ് വന്നിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോയെന്നും കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്നിട്ട് നമ്മുടെ സ്ട്രാപ്പിലൊന്നും സ്റ്റിച്ച് വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡ്സും കറക്റ്റ്ലി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ പിൻ ചെയ്തിട്ടുള്ളതിൻ്റെ കറക്റ്റ് അതർ സൈഡിലും കൂടെ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ടോപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒന്നും സ്ട്രാപ്പിലൊന്നും ആവാതെ കറക്റ്റ്ലി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ടോപ്പിലൂടെ സ്റ്റിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ബാക്ക് സൈഡിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് പോർഷനിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിപ്പ് അറ്റാച്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പിൽ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ദാ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ നല്ല ഡെപ്തിലുള്ള നല്ലൊരു പോക്കറ്റ് ഇൻസൈഡിലും അതുപോലെ ഔട്ട് സൈഡിലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ബാഗിൻ്റെ സെക്കൻഡ് പീസിലും സെയിം മെഷർമെൻറ്റിലുള്ള പോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. സിബ് വെച്ചിട്ടല്ല വിതൗട്ട് സിബായിട്ടുള്ള ഒരു ഓപ്പൺ പോക്കറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഈ ഒരു സിബ് പോർഷൻ നമ്മൾ നേരത്തെ പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള പോർഷനിലേക്ക് മെയിൻ സിപ്പ് വന്നിട്ട് ഇതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബാഗിനൊക്കെ കൊടുക്കുന്ന സിപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എനിക്ക് ബാഗിന് കൊടുക്കുന്ന സിപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ചെയ്തെടുക്കുന്ന സിപ്പില്ല കുറച്ച് കട്ടിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളത് ആ ഒരു സിപ്പാണ് ഞാൻ ഈ ഒരു ബാഗിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഓൾറെഡി ഫിനിഷ്ഡ് എഡ്ജ് ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ തന്നെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം 2 സ്റ്റിച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ എഡ്ജിലൂടെയും പിന്നെ നമ്മൾ പൈപ്പിംഗ് കൊടുത്തത് ആ ഒരു സ്റ്റിച്ചില്ല ആ ഒരു സ്റ്റിച്ചിലൂടെയും സെയിം ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെയും പിന്നെ ഈ ഒരു എഡ്ജിലൂടെയും 2 സ്റ്റിച്ച് 2 സൈഡിലാക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ 4 സ്റ്റിച്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിപ്പ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്.
ഇപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിപ്പ് ചെയ്യുമ്പോൾ സാധാരണ സിബ് അറ്റാച്ച്മെൻറ്റ് പോലെ സിംഗിൾ സ്റ്റിച്ചിൽ നിർത്തരുത്. ഇതുപോലെ 4 സ്റ്റിച്ചിൽ വേണം വലിയ ബാഗൊക്കെ ചെയ്യുമ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിബ് അറ്റാച്ച്മെൻറ്റൊക്കെ കഴിഞ്ഞതോടെ നമ്മുടെ ബാഗിൻ്റെ മെയിനായിട്ടുള്ള വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ബാഗ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നേരെ സെൻറ്ററിലൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം സൈഡ്സും കോർണേഴ്സും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന 3 സൈഡ്സും പിന്നെ 4 കോർണേഴ്സും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സിബ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ആയിട്ടുള്ള 3 സൈഡ്സും നമ്മൾ ഒരു ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ റഫ് എഡ്ജൊക്കെ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ വെയിറ്റൊക്കെ ഹോൾഡ് ചെയ്യുന്ന ബാഗ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രെങ്ത്തിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബാഗ് ചെയ്തെടുക്കുമ്പോൾ പൈപ്പിംഗ് മസ്റ്റായിട്ടും ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് കോർണേഴ്സാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ കോർണേഴ്സ് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വൈഡായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഓപ്പോസിറ്റിൽ വരുന്ന കോർണറിലെ അത് വേണം ജോയിൻ ചെയ്ത് പിടിക്കാനായിട്ട്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം വേണം ഓപ്പോസിറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വേണം നമ്മൾ കോർണർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് പിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെയും 2 to 3 സ്റ്റിച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. പ്ലസ് നമ്മളിവിടെ പൈപ്പിങ്ങും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ 4 കോർണറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. നമ്മൾ 3 സൈഡും അതുപോലെ 4 കോർണേഴ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വന്നിട്ട് ഈ ഒരു കോർണേഴ്സും സൈഡ്സും പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 to 1.5 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന ഒരു പീസ് എടുക്കാവുന്നതാണ്. നമുക്ക് പൈപ്പിങ്ങിന് ആവശ്യമുള്ള ലെങ്ത്തിൽ അത്രയും പീസ് എടുക്കാവുന്നതാണ്. വൈഡായിട്ടുള്ള ഒരു പൈപ്പിംഗ് ആണ് നമ്മളിവിടെ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാഗ് ചെയ്യുമ്പോൾ റഫ് എഡ്ജൊക്കെ എപ്പോഴും ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 4 കോർണേഴ്സിൻ്റെയും 3 സൈഡ്സിൻ്റെയും റഫ് എഡ്ജസ് എല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാഗ് ഒന്ന് ടേൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റ് വെയ്റ്റിലുള്ള നല്ല ബിഗ് സൈസ് ട്രാവൽ ബാഗാണ് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ കോർണർ ടു കോർണർ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തിന്നായിട്ടുള്ളൊരു സീം അലവൻസ് ലീവ് ചെയ്തിട്ട് വേണം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗിൻ്റെ കറക്റ്റ് ഷേപ്പ് കോർണേഴ്സും എഡ്ജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റിച്ചും കൂടെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ബാഗിൻ്റെ ടോപ്പ് സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ തന്നെ ബാഗിൻ്റെ ബേസൊക്കെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാഗിൻ്റെ കപ്പാസിറ്റിയും കൂടെ ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 10 സെറ്റ് കുർത്ത സെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കുർത്ത സെറ്റ് നമുക്കിതിലേക്കൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ 10 കുർത്ത സെറ്റ്സൊക്കെ ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും നല്ല സ്പേസ് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് വീണ്ടും ഒരു 5 സെറ്റൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കപ്പാസിറ്റിയിലുള്ള ഒരു ട്രാവൽ ബാഗ് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ലേഡീസിനായാലും കിഡ്സിനായാലും ഒരുപാട് ഡ്രസ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ബാഗാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് നോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആകെ ആ ഒരു മെയിൻ സിബിൻ്റെ ക്വാളിറ്റി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻസൈഡ് ലൈനിങ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫെയർ ക്ലോത്ത് വന്നിട്ട് നല്ലൊരു
അത്യാവശ്യം ക്വാളിറ്റി ആൻഡ് തിക്നെസ്സിലുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.